ലേറ്റസ്റ്റ് ആയിട്ട് അനാമിക ഉണ്ടെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉദയഗിരിജ ഉണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നതും അതിൻ്റെ കൂടെ ഒരു കാരുണ്യ ഭവനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേയധികം ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവർ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ഇടുന്ന വീഡിയോസിന് താഴെ വന്ന് കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് അവിടെ ഉള്ള ആൾക്കാർക്ക്, അവിടുത്തെ പ്രായമായവർക്കൊക്കെ കിട്ടുന്ന കുറേയധികം ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവർ അടിച്ചു മാറ്റുവാണ്. അത് വെച്ചിട്ടാണ് ഇവർക്ക് കുറേയധികം സ്വത്തും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അവിടെ ഉള്ളവരെ ഒന്നും ഇവർ നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ ആദ്യമേ അനാമിക വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും അല്ല ഞാനൊന്നും ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, ഒരു 20,000 രൂപയ്ക്ക് അടുത്ത് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലും, പിന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ശമ്പളമുണ്ട് എന്നുള്ള രീതിയിൽ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും കൈയിട്ട് വാങ്ങുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അടുത്ത ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു ഉദയഗിരിജ വന്നിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് ഇത് കണക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഇതൊക്കെ മറ്റ് ചില ഇതേ കണക്ക് നടത്തുന്ന ആശ്രമങ്ങളോ അനാഥാലയങ്ങളോ അവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ തകർക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഉദയഗിരിജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.